ഇന്ന് നമുക്ക് സദ്യയ്ക്കും മറ്റും വിളമ്പുന്ന തക്കാളി രസം ഉണ്ടാക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഒഴിച്ചു കറിയാണിത്. ആദ്യം തന്നെ ഒരു കടായിയിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് 1 സ്പൂൺ ജീരകവും ചതച്ചെടുത്ത 4-5 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. ഇവയെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 4-5 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തുവരപ്പരിപ്പ് വേവിച്ചെടുത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ പരിപ്പ് വേവിച്ച് ചേർക്കുമ്പോഴാണ് തക്കാളി രസത്തിന് കൊഴുപ്പ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുക്കേണ്ടത്. തക്കാളിക്ക് പുളി കുറവായതുകൊണ്ട് ഇങ്ങനെ പുളി ചേർത്താൽ മാത്രമേ രസത്തിന് സ്വാദ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് തുറന്നു വെച്ച് തിളപ്പിക്കണം. ഉപ്പ് നോക്കി കുറവാണെന്ന് കണ്ടാൽ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പ് ചേർത്ത തക്കാളി രസം റെഡിയായി. അവസാനമായി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. കൊതിയൂറുന്ന രസത്തിൻ്റെ മണം ഇപ്പോൾ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഒഴിച്ചുകറി എല്ലാവർക്കും ഇഷ്ടപ്പെടും.